ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള അമ്മ എന്നല്ല മമ്മി, ഡാഡി എന്നൊക്കെ വിളിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു. എൻ്റെ അമ്മ അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വളരെ നല്ല മനസ്സോടു കൂടിയിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അങ്ങനെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ എങ്ങനെയാണോ സംസ്കാരത്തെ വളർത്തേണ്ടത്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ ആദരിക്കണം, എങ്ങനെയാണ് വിനയം പരിശീലിക്കേണ്ടത്, ഇതെല്ലാം നമ്മെ എങ്ങനെയൊക്കെയോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു. ദുരിതപൂർണമായി ഇപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അത് ജീവിതത്തിൻ്റെ ആ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കഠിനതയെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ദണ്ഡകാരണ്യ പ്രവേശമാകുന്ന ഗൃഹസ്ഥാശ്രമത്തിൽ നാം പഠിച്ചു വന്ന കാര്യങ്ങളെല്ലാം പരിശീലിക്കുന്ന ഒരു വേദി കൂടിയാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മചാരികളെയും വാനപ്രസ്ഥികളെയും സന്യാസിമാരെയും സംരക്ഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെയും സംരക്ഷിക്കണം. പ്രജകളുണ്ടാവണം, ഇല്ലേ? ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സി. പ്രജയെ ഉൽപ്പാദിപ്പിക്കുക, ആ തന്തുവിനെ ഭേദിക്കാതെ പ്രജകളെ ഉൽപ്പാദിപ്പിക്കുക. 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അതാണ് ഉത്തമം എന്ന് നമ്മുടെ വേദങ്ങൾ പറയുന്നു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അവരുടെ വിദ്യാഭ്യാസമെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഒരു വയോവൃദ്ധനായിട്ടുള്ള ഒരു പതിയെ ഒരു പത്നി എങ്ങനെ നോക്കുന്നുവോ, അതായത് അദ്ദേഹത്തിൻ്റെ ബെഡ് റിഡനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജ്യങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടും ഒരു ഏറ്റവും വൃദ്ധനായ ഒരു 80-85 വയസ്സിന് മുകളിലുള്ള ഒരാളെ എങ്ങനെ പരിപാലിക്കണമോ അതുപോലെ പരിപാലിപ്പിക്കേണ്ടതായിട്ട് വന്നു ഈ കുട്ടികളുടെ അച്ഛനെ. കാരണം ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയി, ബെഡ് റിഡനായിരുന്നു. അതും പക്ഷെ ആ കാലത്തൊന്നും ഭഗവാനെ വിളിച്ചിട്ടേയില്ല, ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല, ഒരു ദുഃഖവും തോന്നിയിട്ടില്ല. കല്യാണാലോചന വന്ന സമയത്തും പറഞ്ഞിരുന്നു എനിക്ക് കല്യാണം വേണ്ട എന്ന്. പക്ഷേ എൻ്റെ 2ാമത്തെ ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് എൻ്റെ കല്യാണം നടത്തി. അപ്പോൾ നാം വിചാരിക്കുന്നത് പോലെയല്ല, നമ്മെ ഓരോ സ്ഥലത്തേക്കും ഓരോ സന്ദർഭത്തിലേക്കും പിടിച്ച് കൊണ്ട് വലിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് കുട്ടികളുടെ കല്യാണം, മകൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തോ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം അന്ന് വരെ വീട്ടിലെ എല്ലാ ചെലവുകളും മകൻ ശമ്പളം കൊണ്ടുവന്ന് കയ്യിൽ തരും, ATM കാർഡ് തരും. പിറ്റേ ദിവസം മുതൽ അത് തിരിച്ചവനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ, എനിക്ക് പറ്റില്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇനി നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ജപവും കാര്യങ്ങളും പതിവ് പോലെ ഗായത്രി ജപം, ഗായത്രി മന്ത്രം പണ്ട് തന്നെ കിട്ടിയിരുന്നത് കൊണ്ട് ആ ഗായത്രി ജപം ഉണ്ടായിരുന്നു. അങ്ങനെ ആ നമ്മിൽ നിന്നും തട്ടിപ്പറിക്കാതെ നാം വിട്ടുകൊടുക്കുന്നത്, അതിനൊരു പ്രത്യേക സുഖമുണ്ട്. നമുക്ക് ഇവിടെയുള്ള ധനത്തെ ഉപയോഗിക്കാം, പക്ഷേ പോകുമ്പോൾ അത് നമ്മൾ വിട്ടുകൊടുത്തിട്ട് വേണം പോകാൻ, അനുഭവിക്കാം. പക്ഷെ നമുക്കൊന്നും തന്നെ വിട്ടുകൊടുക്കാനില്ല. എന്താണ് നമുക്കുള്ളത്? വിട്ടുകൊടുക്കാനും ത്യജിക്കാനും ഒന്നും തന്നെ ഇല്ല. ഒരു 2 വർഷം ടാക്സ് അടച്ചില്ലെങ്കിൽ ഗൾഫിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കെട്ടിപ്പടുത്ത വീട് ജപ്തിയായിട്ട് പോകും. നമ്മുടെ ആണെങ്കിൽ അത് നോക്കുമോ? അല്ല. അപ്പം നമുക്ക് ത്യജിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എങ്കിലും നാം കുറച്ചു കാലത്തേക്ക് നമ്മുടേതാക്കി വെച്ചിരുന്നതിനെ ത്യജിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ആ കുടുംബത്ത് തന്നെ അങ്ങനെ ഇരുന്ന സമയത്താണ് ഗുരു എന്ന സങ്കല്പത്തിൽ ഗുരു വരുന്നത്. അതും അറിഞ്ഞുകൊണ്ടല്ല. ഇരിഞ്ഞാലക്കുടയിലൊരു സംഘടനയിൽ 300 സ്ത്രീകളുടെ ഒരു സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചു വരുന്നു. അവിടെ ദീദിയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ നിന്നും പെട്ടെന്ന് ഒരു സ്വാമിജിയെ കണ്ടു, പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ദീക്ഷ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ കൂടി ശരിക്കും
പരമ്പരാഗതമായിട്ട് എങ്ങനെയാണോ ദീക്ഷ തരുന്നത്, സാധാരണ ഒരു മന്ത്രം പറഞ്ഞു തരുന്നത് ദീക്ഷയാവുന്നില്ല. അതിൻ്റെ ഋഷി വേണം, ഛന്ദസ് വേണം, ദേവത വേണം, ധ്യാന ശ്ലോകം വേണം, അതിനെ ഇത്രമാത്രം ജപം ഒരു ദിവസം എന്ന കണക്കിൽ പോകണം. എന്നാൽ മാത്രമാണ് അതൊരു ശരിയായിട്ടുള്ള ദീക്ഷയാവുള്ളൂ. വിധിപ്രകാരമുള്ള ദീക്ഷ സ്വീകരിച്ച് ബ്രഹ്മചര്യ കാലത്താണ് ഗായത്രി ദീക്ഷ കൊടുക്കുന്നത്. 3 നൂല് 3 വ്യാഹൃതികൾക്ക് സമമാണ്. ഇടാപിങ്കള സുഷുമ്ന നാഡികളുടെ പ്രതീകമാണ് എന്നതുപോലെ 3 നൂലിട്ട് ദീക്ഷ സ്വീകരിച്ചു. 1 മാസം കഴിഞ്ഞില്ല, സന്യാസവും വന്നു. സന്യാസം ആശ്രമം. ഷഷ്ടിം കുലാനി അതീതാനി ഷഷ്ടിം ആഗാമികാനി ച കുലാനി ഉദ്ധരതേ പ്രാജ്ഞ സന്യസ്തമിതിയോ വദേത്. സന്യാസോപനിഷത്ത് പറയുന്നത് പോലെ 60 തലമുറ മുൻപും വരാനിരിക്കുന്ന 60 തലമുറയെയും പവിത്രവൽക്കരിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരു സന്യാസി വരുന്ന സമയത്ത്. അപ്പോൾ വരുന്ന 60 തലമുറ എന്ന് പറയുമ്പോൾ എല്ലാ ബന്ധങ്ങളും അറ്റുപോയ സന്യാസിക്ക് എവിടെയാണ് അടുത്ത തലമുറ? അത് നമുക്കൊരു സംശയമായിട്ട് തോന്നാം. ആ സന്യാസി ആരെല്ലാമായിട്ട് ബന്ധപ്പെടുന്നുവോ അവരെല്ലാമാണ് അടുത്ത തലമുറയായിട്ട് വരുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ യജുർവേദ പാഠശാലയുടെ സമീപത്തായിരുന്നു വീട്. കുടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി പാഠശാലയിൽ നിന്നും മന്ത്രോച്ചാരണം കേൾക്കാറുണ്ട്. അപ്പോൾ അത് നമ്പൂതിരി സമുദായത്തിനാണ് അവർക്ക് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ഉത്തരവാദിത്വം, നമ്മുടെ വേദങ്ങളെ സംരക്ഷിച്ചത്. അവിടെ സ്ത്രീകൾക്ക് സ്വപ്നത്തിൽ പോലും കടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ആഗ്രഹിക്കും, ഒരു മന്ത്രമെങ്കിലും ഈ ജന്മത്തിൽ ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ആ സമയത്ത്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഋഗ്വേദം 3 പ്രാവശ്യം വായിച്ച് അഗ്നി കർമ്മം ചെയ്തിട്ടുണ്ട്. അതേപോലെ യജുർവേദവും ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ കാരുണ്യം. സന്യാസാശ്രയകാരേണ നരോ നാരായണമുച്ചതേ. സന്യാസം എന്ന ആ ഒരു ആശ്രമത്തിലൂടെ മോക്ഷം എന്നത് സാധ്യമാണ്. എല്ലാവരെയും മക്കളായി കാണുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് മക്കളാണ്. അപ്പോൾ എൻ്റെ മക്കളെ മാത്രം ഞാനെന്തിനൊഴിവാക്കണം? അവരും മക്കളാണ്. അപ്പോൾ സന്യാസാശ്രമത്തിൻ്റെ ആനന്ദം അത് അനുഭവിക്കണം. ബ്രഹ്മചര്യാശ്രമത്തിലൂടെ ധർമ്മം പഠിച്ച്, ഗൃഹസ്ഥാശ്രമത്തിലൂടെ ധർമ്മം ആചരിച്ച്, വാനപ്രസ്ഥാശ്രമത്തിലൂടെ ഉപാസന ചെയ്ത്, വാനപ്രസ്ഥം എന്നാണ് പറയുക, അരണ്യകാന്ഡമാണ്, ഉപാസനയാണ്. ഫോറസ്റ്റാണ്, റെസ്റ്റിന് വേണ്ടി പോകുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അനുഭവത്തിൻ്റെ തലമായ സന്യാസാശ്രമത്തിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ്. അത് അനുഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ജഗദീശ്വരൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.